ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു തൃശ്ശൂർകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ജീവിത കഥകളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. സിനിമയായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിനിമയിൽ വന്നതിന് ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുമോ വെച്ചു, അഭിനയിപ്പിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ അന്ന് അവർ തന്ന കോൺഫിഡൻസ് ആണ് ഇന്ന് ആഷിഫെ എടുന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. ഇനിയും സിനിമയിൽ നായക കഥാപാത്രം ചെയ്ത സനീഷ് മേലെപ്പാട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് സനീഷ്, എന്താണ് ഇനിയും ആൻഡ് ഇനിയുമിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു നല്ലൊരു ഇൻ്റർവ്യൂ, നല്ലൊരു ആങ്കർ, ഇങ്ങനൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു അല്ലേ, വളരെ സന്തോഷം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. താങ്കൾ ആരാണെന്നോ ഒരു ബ്രീഫ് തരികയാണെങ്കിൽ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഉടനീളം താങ്കളുടെ പേര് എനിക്ക് വിളിക്കാം. ഓക്കെ, എൻ്റെ പേര് ആഷിഫ. ആഷിഫ, ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇനിയും കുറിച്ച് തുടങ്ങിയാലോ, സ്റ്റാർട്ട് ചെയ്താലോ? അതെ. എന്താണ് ഇനിയുമിൽ, എങ്ങനെയാണ് ഇനിയുമിലേക്ക് എത്തിയത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്കറിയാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നവരെ പലപ്പോഴായി നമ്മൾ ഈ വാക്ക് പരസ്പരം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് നമ്മുടെ ഈ സിനിമയെ നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ, ഇനിയും എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ ഫാമിലി ഓഡിയൻസിന് എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല എല്ലാ ആളുകൾക്കും എല്ലാവരും സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ്. കാരണം എല്ലാ ഒരു ഇമോഷൻസ്, ഇപ്പോൾ അച്ഛൻ മകൻ അവരുടെ ഇമോഷൻസ്, ഒരു അമ്മ മകൻ അവരുടെ ഇമോഷൻസ്, അമ്മ മകൾ, അതുപോലെ തന്നെ ഒരു കാമുകൻ കാമുകി, അതുപോലെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും ഒരു സ്ട്രോങ് ഇമോഷൻസിനെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണ് ഇനിയും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു വാക്കാണ് ഇനിയും എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ ഇനിയും പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇനിയും എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു തൃശ്ശൂർകാരനാണ്. സുധീർ CB എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറേ കാലങ്ങളായിട്ടുള്ള സിനിമ ഒരു മോഹമായിരുന്നു അദ്ദേഹത്തിന്, സിനിമ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ജീവിത കഥകളെല്ലാം കൂട്ടിച്ചേർത്ത് അദ്ദേഹം എഴുതി ചേർത്ത ചില കാര്യങ്ങൾ അത് പിന്നീട് ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് നല്ലൊരു സ്ക്രിപ്റ്റാക്കി. ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ അടുത്തിറങ്ങിയ മലയാള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടു മറന്നെന്ന് പറയാൻ പറ്റില്ല, ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പല ആർട്ടിസ്റ്റുകളും അവരെല്ലാവരും അഭിനയിച്ചിട്ടുള്ള സിനിമ കൂടിയാണ് ഇനിയും. അപ്പോൾ എൻ്റെ ആദ്യ സിനിമ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വളരെയധികം അഭിമാനം അതോടൊപ്പം തന്നെ സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ് ഇനി എന്ന് പറയുന്നത്. എനിക്കൊരു ബാലപാഠം തന്നെയായിരുന്നു ഇനി എന്ന് പറയുന്നത്. ഞാൻ അതാ ചോദിക്കാൻ, എങ്ങനെയാണ് ഇനിയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇനിയൊക്കെ എത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മളാരെയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇല്ല. അപ്പം അതുപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് സിനിമാ മോഹമൊക്കെയായിട്ട് നടന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പല സമയത്ത് സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആയിട്ട് ക്രൗഡായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ആ തിയേറ്ററിൽ പോയിട്ട് അത് ചെറിയ പ്രായത്തിൽ സിനിമ ഉള്ളിലുണ്ട് പറഞ്ഞാൽ അന്ന് നമ്മൾ കാണുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് അന്ന് മുതലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊപ്പം കളിക്കുമ്പോഴൊക്കെ നമ്മൾ എന്നെ പോലെ ഞാൻ ലാലേട്ടനാവും, അല്ലെങ്കിൽ മറ്റാൾ മമ്മൂക്കിയാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ അങ്ങനെ മനസ്സിൽ കയറി വന്നൊരു സ്വപ്നമാണ് സിനിമ. എന്നാൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും സിനിമയെ ബന്ധപ്പെട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ എങ്ങനെയോ എൻ്റെ മനസ്സിൽ ഒരു സിനിമ സ്വപ്നത്തിൻ്റെ കൂട് കൂട്ടി. അപ്പോൾ അങ്ങനെ ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോയി, പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. പിന്നീട് സിനിമാ മോഹമായിട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്നതൊക്കെ, അച്ഛനൊരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ MBA പഠനമൊക്കെ പഠിച്ചത് ഞാനൊരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. കുറച്ച് ലോണും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്, വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താവും, പുറത്താവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചെറുതാക്കി മാറ്റി വെച്ചിട്ടില്ല, വലുതായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ ചെറുതാക്കി മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൽ 100% ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു
ചില തീരുമാനങ്ങളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ സ്വഭാവക്കാരൻ. അതെ, ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണെന്നാണ്. പെർഫെക്ഷൻ ഒന്നുമല്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ. എന്നാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ജോലി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചത് നമ്മൾ ജോലിയിലേക്ക് ചെല്ലുന്നു, അവിടെ നമ്മൾ 100% ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ജോലിയാണ്. അങ്ങനെ ജോലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു കോൾ വരുന്നത്. അപ്പോൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതെ അപ്രതീക്ഷിതമായി വന്ന ഡെസ്റ്റിനി, അത് നമ്മുടെ ഈ യൂണിവേഴ്സൽ പവറിലൊക്കെ വിശ്വാസം വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ആഗ്രഹം ഉള്ളിലുണ്ടല്ലോ, ഉള്ളിൽ വളരെ വളരെ ആഗ്രഹം. ഇപ്പോൾ ഓരോ സിനിമ നമ്മൾ ഓരോ സമയത്ത് റിലീസ് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴും ആ സിനിമ കണ്ട് ഒരു ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആ ക്യാരക്ടറായി. അതാ ഞാൻ പറയാൻ വന്ന അങ്ങനെ ഒരു സാധനം വരില്ലേ, പ്രത്യേകിച്ച് ഉള്ളിൽ ഇങ്ങനെ സിനിമയുള്ള ഒരു മനുഷ്യന് ഒരു സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഞാനായിരുന്നെങ്കിൽ എന്നൊരു തോന്നലൊക്കെ തീർച്ചയായും ഉണ്ടാവും. അതിപ്പോൾ ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾ. ഇപ്പം ഞാൻ ഈ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സിനിമയിൽ വന്നു. അത് ഞാൻ അന്ന് ആഗ്രഹിച്ച് നടന്നില്ല, പക്ഷേ ഇന്ന് ആഗ്രഹിക്കാത്ത സമയത്ത് കയറി വന്നു. അപ്പോൾ ഒരുപാട് ഇതുപോലെ ആഗ്രഹിച്ച് സിനിമയുടെ പിന്നിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അവരെ പോലെ തന്നെ ഒരാൾ തന്നെയാണ് ഞാനും. സിനിമയായിട്ട് എനിക്ക് ആകെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നു, അവിടെ നിന്ന് ഒരു പോപ്കോൺ പിടിക്കുന്നു, ചായ കുടിക്കുന്നു, അത് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇതാണ് സിനിമയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ സിനിമയായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ സിനിമ എനിക്കൊരു ബാലപാടാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നു, ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വന്നൊരു സിനിമയാണ്. സിനിമ ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വരുന്നു. എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട്, എൻ്റെ അമ്മാവൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹമാണ് ഈ സിനിമയുടെ ഈ ഫോട്ടോ. അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡയറക്ടർ കണ്ടിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ ഇതിൻ്റെ നായക കഥാപാത്രമായിട്ട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു മിനിറ്റ് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്നെ വിളിച്ചു. അന്ന് ഉച്ചയ്ക്ക് എൻ്റെ ടീം ലഞ്ചിന് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ടീമായിട്ട് ഞാൻ HR ആണ് എൻ്റെ മേഖല. അപ്പോൾ ഞാൻ കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീമിലെ ആളുകളായിട്ട് ഞങ്ങളൊരു ടീം ലഞ്ചിന് ഒരു പെർഫോമൻസ് നല്ലൊരു ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ ഒരാൾ അച്ചീവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലഞ്ചിന് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ കോൾ വരുന്നത്. 3 തവണ കോളൊന്നും ഞാൻ എടുത്തില്ല. 4ാമത്തെ തവണ ഞാൻ തിരിച്ചു വിളിച്ചു ഓഫീസിലെത്തിയതിന് ശേഷം. അപ്പോൾ HR-ൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ കഴിഞ്ഞവരും കഴിയാത്തവരൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, എല്ലാവരും നമ്മൾ തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് നമ്മുടെ എത്തിക്സ്. അപ്പോൾ നമ്മൾ HR ആയതുകൊണ്ട് നമ്മളൊരാളിപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നു, നിങ്ങൾ എന്നോട് പറയണം നാളെ ഞങ്ങൾ അറിയിക്കാം എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷ കൊടുക്കാം. ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് അത് വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് അയാൾക്ക് ആ ജോലി കിട്ടിയില്ല എന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അയാൾക്ക് നാളെ വേറെ നോക്കാതെ മാത്രമല്ല അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു, ഞാൻ ഏതോ കാൻഡിഡേറ്റാന്ന് വെച്ചാൽ തിരിച്ചു വിളിച്ചത്. അപ്പം തിരിച്ചു വിളിച്ച സമയത്താണ് ഇങ്ങനെ സംഭവം കേട്ടത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആരും എന്നെ പറ്റിക്കാൻ വിളിച്ചത്. അത് ഞാൻ ചോദിക്കാൻ വന്നേ, അങ്ങനെ ഒരു കോൾ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ ഒരു ഫീൽ ചെയ്ത്? ഞാൻ പറഞ്ഞു ചുമ്മാ പറ്റിക്കാൻ ഏട്ടാന്ന് ഞാൻ വിളിച്ചില്ല, ഞാൻ ആരാ ചോദിച്ചത്. അപ്പം അത് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഒരു മര്യാദക്കാരനായതുകൊണ്ട് എൻ്റെ പേര് ഇതാണ്, ഒന്ന് സനീഷ് ഒന്ന് കാണാൻ പറ്റും അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് സംസാരത്തിൽ എനിക്കൊരു ഒരു 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 നല്ലൊരു ഭംഗി തോന്നി. കാരണം നമ്മളെ പറ്റിക്കുന്ന ഒരാളാണെങ്കിൽ തമാശയ്ക്കാണെങ്കിൽ നമുക്കറിയാലോ, ഇതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഓഫീസിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഈവനിങ് തിരിച്ചു വിളിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ അതെന്നൊക്കെ സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്ന കാലഘട്ടം നെഞ്ചടിച്ചു ആ സമയത്ത്. തീർച്ചയായും നായകനായിട്ട് ഒരു സിനിമയിലേക്ക് പരിഗണിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാലേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ കാണിച്ച പോലെ ലോട്ടറി അടിച്ചൊരു സിനിമയിൽ കിലുക്കത്തില് ആ ലോട്ടറി അടിച്ചൊരു സാഹചര്യമായിരുന്നു. കുറച്ചേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നേരിട്ട് വരാം. നേരിട്ട് വന്നു. അവിടെ ചെന്ന പ്രൊഡ്യൂസറും അവരുടെ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ശരിക്കും വിശ്വാസമായത്. കാരണം അപ്പോഴും ഞാൻ വിചാരിച്ച പോലെ പ്രാങ്ക് കഴിക്കും എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ആഗ്രഹം അറിയുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിയാണ് നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. ആഗ്രഹം അറിയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരും എന്നെ പോലെ ഇപ്പം മറ്റ് പല മേഖലകളിൽ അവർ ഒരാൾ എബ്രോഡാണ്, 2 പേര് എബ്രോഡാണ്, പിന്നെ ഒരാൾ ആർമിയിലായിരുന്നു, ഒരാൾ എയർഫോഴ്സ്. അപ്പോൾ അവർ പല സ്ഥലത്താണ്. അപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോഴെനിക്ക് സംശയം, ചെന്ന് നോക്കി. അപ്പോൾ ചെന്നപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫോർമൽസിലൊക്കെ പോയത്, HR ഫോർമൽസിലാണ് പോയത്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഇവൻ ഈ ക്യാരക്ടറിന് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊരു ശീലിച്ച ഒരു രീതിയിലാണല്ലോ. അപ്പോൾ പിന്നെ സിനിമയായിട്ട് നമ്മൾ ആ സമയത്തൊന്നും ചിന്ത പോലും ഇല്ല. പോയി ചെന്ന് കണ്ടു, പ്രൊഡ്യൂസറെ കണ്ടു. നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യൻ, അങ്ങനെ തന്നെ പറയണം. ഫ്ലാറ്റായി നല്ലൊരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭയങ്കര ആതിഥ്യമര്യാദയൊക്കെ ആയിരുന്നു.
അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡയറക്ടർ അവർ 2 സുഹൃത്തുക്കളാണ്. അവർ രണ്ടുപേരും എന്നോട് കാര്യം സംസാരിച്ചു. അപ്പോൾ ഞാൻ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിപ്പോൾ അത്ര വലിയ കോൺഫിഡൻ്റ് അല്ല. ഒന്നാമത് എൻ്റെ മനസ്സിൽ 2 കാര്യം ഉണ്ടായിരുന്നു. ഇനി സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ള എൻ്റെ കരിയർ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടാം. നമ്മൾ ഓൾറെഡി ഒരു മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ആദ്യം എന്ന് പറയുന്ന സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ സീറോയിൽ നിൽക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ബിൽഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് താഴേക്ക് വരേണ്ട അവസ്ഥ വരുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. അല്ലാണ്ട് സിനിമ ആകല്ലാണ്ടല്ലോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കാര്യമാക്കണ്ട, നിങ്ങൾക്ക് അഭിനയത്തിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് കുറച്ച് ദിവസം ഷൂട്ടുള്ളൂ, ഒരു 10-30 ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാം. അത് 2-3 സ്കെഡ്യൂൾ സനീഷിൻ്റെ സൗകര്യത്തിന് ചെയ്യാം. ഞങ്ങൾക്ക് തന്നെ ഈ ക്യാരക്ടറിന് ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് അഭിനയം ഇതിപ്പോൾ ഗ്രൂമിങ് ഒക്കെ ചെയ്യണ്ടേ നമുക്ക്? അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഈ HR-ൻ്റെ നിന്നൊക്കെ വന്നിട്ട് ഒരു ഇതിലേക്ക് എങ്ങനെയാണ് വരിക? ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു എന്നോട്. അഭിനയിപ്പിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ അന്ന് അവർ തന്ന കോൺഫിഡൻസ് ആണ് ഇന്ന് ആഷിഫെ എടുന്നുപിടിക്കാനുള്ള കാരണം. അപ്പോൾ അന്ന് അതിലൂടെ അനുബന്ധിച്ച് പിന്നീട് അവർ എന്നോട് മറ്റൊരു ദിവസം വരാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയെ ബന്ധപ്പെട്ട ചില സീൻസുകളൊക്കെ ഒരു ബ്രീഫ് ചെയ്ത് എന്നോട് ചെയ്യാൻ പറഞ്ഞു.